അപ്പൊ ഈ ട്രിക്ക് ഉപയോഗിച്ച് എം വാല്യൂ ഒരു ഒറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപക്ഷെ ഈ ഒരു പാർട്ടിനായിരിക്കും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ ഓണം എക്സാമിന്. വെൽക്കം ബാക്ക് ടു ആർകെ നെക്സ്റ്റ്. സോ മക്കളെ, തേർഡ് ചാപ്റ്ററിൽ നിന്ന് ഓണം എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു പോർഷൻ ട്രിക്സ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോലെ. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കോണ്ടന്റ് നമ്പേഴ്സ് അല്ലേ, അത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. മൊത്തം ട്രിക്കാണ്, ഷോർട്ട് കട്ട് ആണ്. മക്കൾ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾ ഈ ഭാഗം പഠിക്കേണ്ടതേ വരത്തില്ല. ഷോർട്ട് കട്ട് കൊണ്ട് മൊത്തം ഇങ്ങനെ നിറഞ്ഞിരിക്കുക, ഷോർട്ട് കട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ എൻ വാല്യൂം എൽ വാല്യൂം എമ്മിന്റെ വാല്യൂ, ഈ 3 കോർണർ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക്. ഇവർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഈ 3 വാല്യൂസ്. എൻ കിട്ടിയാൽ എൽ കാണാൻ പറ്റില്ല, എൽ കിട്ടിയാൽ എം കാണാൻ പറ്റില്ല. അയ്യോ ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല, നിലവിളിയാണ്. ആ നിലവിളിയൊക്കെ ഇപ്പൊ നിൽക്കാൻ പോവാണ്. ഷോർട്ട് കട്ട് ആണ്. ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എൻ വാല്യൂ അറിയാമെങ്കിൽ എങ്ങനെ എൽ വാല്യൂ, എൻ എന്താ പ്രിൻസിപ്പൽ കോണ്ട നമ്പർ ആണ് അല്ലെ, അതായത് ഷെല്ലിന്റെ വാല്യൂന് എൻ കാണിക്കുന്നത്. എൻ 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലാത്തെ? എൽ ഷെല്ലാണ്. എൻ 3 ആണെങ്കിൽ അത് എം ഷെല്ലാണ്. മൂന്നാമത്തെ ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല് കെ ആണ്, രണ്ടാമത്തെ ഷെല്ല് എൽ ആണ്, മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. റെഡി? യെസ്. അടുത്തത് എൽ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത് ഞങ്ങൾ പറയാം അല്ലേ. എൽ വാല്യൂ സബ് ഷെല്ലുകൾ നോട്ട് ചെയ്യും. സബ് ഷെല്ലുകൾ, ഓരോ മെയിൻ ഷെല്ലിനുള്ളിലും എത്ര സബ് ഷെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നതാണ് എൽ വാല്യൂ. അപ്പൊ എൻ തന്നിട്ട് എല്ല് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ ആദ്യം എന്ത് എഴുതണം ആർട്ടി? ആദ്യം 0. യെസ് മക്കളെ, എൻ 1 ആണെങ്കിലും എൻ 2 ആണെങ്കിലും എൻ 3 ആണെങ്കിലും 4 ആണെങ്കിലും എല്ലിന് നിങ്ങൾ ആദ്യം 0 എന്നുള്ള വാല്യൂ ഇടുക. ഓക്കെ അല്ലേ? ഒരു ജോലി കഴിഞ്ഞ് ഫസ്റ്റ് നമ്പർ കിട്ടിയേ എൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ല് കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യാ? എല്ലാത്തിനും താഴെ 0 തുടങ്ങണം. റെഡി അല്ലേ? അപ്പൊ എല്ലാത്തിനും 0 വരും. ഇനി അടുത്തതാണ്, ഇനി എൻ 2 ആണെന്ന് കരുതിക്കോ. 2വിനേക്കാൾ ഒരു നമ്പർ കുറവ് ഏതാന്ന് നോക്കുക. 2വിനേക്കാൾ ഒരു നമ്പർ കുറവെന്ന് വെച്ചാൽ 2ന്ന് 1 കുറയ്ക്കണം, നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 0യും 1ഉം മാത്രമായിരിക്കും എന്ത്? n = 2വിന് പോസിബിൾ ആയിട്ടുള്ള എല്ലിന്റെ വാല്യൂ, എല്ലിന്റെ വിലകൾ. റെഡി അല്ലേ? വില കിട്ടിയില്ലേ? വില കിട്ടിയില്ലേ? അടുത്ത പറ. അത് കുറച്ചുകൂടി നന്നാവുക. n3 വന്നാൽ എല്ലിന്റെ വാല്യൂ ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വാല്യൂ നമ്മൾ നോക്കാമേ. 0 തൊട്ട് 0 ഉണ്ട്, 0 തൊട്ട് എന്നിനേക്കാൾ 1 കുറവ്, 3നേക്കാൾ 1 കുറവ് എത്രയാ? 2. അപ്പൊ 0 മുതൽ 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും പോസിബിൾ ആയിരിക്കും. 0 കഴിഞ്ഞ് ഏതാ മക്കളെ? 2നും 0ക്കും ഇടയിൽ 1, 2. അപ്പൊ എല്ലിന് 3 വാല്യൂസ് പോസിബിൾ ആണ്, 3 വിലകൾ കിട്ടും. N4 ആണെങ്കിൽ N4 ആണെങ്കിൽ ആദ്യം ഏത് നമ്പർ ഇടണ്ട? ആദ്യം 0. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവും N4 ആയുള്ള കാര്യം. N4 ആണ് ആദ്യം 0 ഇടുക. പിന്നെ 4നേക്കാൾ 1 കുറവ് ഏതാ? 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. അപ്പൊ 0 മുതൽ 3 വരെയുള്ള എല്ലാ നമ്പറുകളും 0 മുതലാണ്. 0 മുതൽ 3 വരെ, അത് ഓർമ്മിക്കണം. 0 3 അല്ല, 0 മുതൽ 3 വരെയുള്ള നമ്പർ ഏതൊക്കെയാ? 0 കഴിഞ്ഞാ 0 കഴിഞ്ഞാ പിന്നെ വരുന്നത് 1 ആണ്. യെസ്. പിന്നെ വരുന്നത് അപ്പൊ എത്ര നമ്പർ പോസിബിൾ ആ? 0 1 2 3 4 പോസിബിൾ ആണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 4 കണ്ടു, 3 കണ്ടു, 2 കണ്ടു. ഇനി 1 ആണെങ്കിലോ? 1നേക്കാൾ 1 കുറവ് ഏതാ? 0. അപ്പൊ 0. 0 മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്. ഇനി അടുത്ത ചോദ്യം പോവാണ്. അങ്ങനെയാണെങ്കിൽ N3 ആണെങ്കിൽ എൽ വാല്യൂ എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും വലിയ തലവേദന കുഞ്ഞുമക്കൾക്ക് എന്തറിയില്ല, എങ്ങനെ ക്വസ്റ്റ്യൻ വരും അറിയില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. N3 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാ വരുന്നത്? നമ്മൾ 3Dയുടെയും 4Sന്റെയും എൻ വാല്യൂ എൽ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കും ലാസ്റ്റ്. യെസ്. ഓക്കെ. N 0 ആണ്. എല്ലിന് ആദ്യം മക്കള് 0 കൊടുക്കണം. N3 ആണ്, 0 അല്ല 3 ആണ്. അവസാനത്തെ നമ്പർ എത്രയാ? 3നേക്കാൾ 1 കുറവ് എന്ന് വെച്ചാൽ എത്രയാ? 2. അപ്പൊ 0 തൊട്ട് 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും പോസിബിൾ ആണ്. 3 നമ്പർ 0 1 2. ഓക്കെ അല്ലേ? യെസ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാമേ. ഇനി എം വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ.
ഇതായിരിക്കും മക്കൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത്. എല്ല് തന്നിട്ട് എല്ല് കണ്ടുപിടിക്കുക, എല്ല് തന്നിട്ട് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാലോ, അതായിരിക്കും നന്നാവുക. ഓക്കേ, 3 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, ഇപ്പൊ ഒരെണ്ണത്തിന്റെ എൽ വാല്യൂ 3 ആണെന്ന് കരുതിക്കോ. എല്ല് 3 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, 3 ആണ് തന്നതെങ്കിൽ മക്കൾ അതിന്റെ കൂട്ടത്തിൽ ഒരു മൈനസും ഇടുക, അതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലസും ഇടുക. 3 ആണെങ്കിൽ -3 + 3. എന്നിട്ട് ഇതിനിടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കുക. -3 കഴിഞ്ഞാൽ -2, -1, 0, +1, +2, +3. അപ്പോൾ എമ്മിന് എത്ര വാല്യൂസ് പോസിബിളാ? 1, 2, 3, 4, 5, 6, 7 വാല്യൂസ് പോസിബിൾ ആണ്. അതായത് 7 ഓറിയന്റേഷൻസ് ഓർബിറ്റലിന് സാധ്യമാണ്. എല്ലിന്റെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? എമ്മിന്റെ വാല്യൂ ആണ്. ഒന്നുമില്ല, 2ന് മൈനസ് ഇടുന്നു, പ്ലസ് ഇടുന്നു. -2 കഴിഞ്ഞാൽ -1, 0, +1, +2. യെസ്, എത്ര വാല്യൂസ്? 5 വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ 1 ആണെങ്കിലോ, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിലോ +1, അതിനിടയിൽ 0 മാത്രമേ ഉള്ളൂ. -1നും +1നും ഇടയിൽ 0 മാത്രം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഒരു ഓർബിറ്റൽ ചെയ്ത് നോക്കാം. 2s 3dയോ. 3dയുടെ n വാല്യൂവും എൽ വാല്യൂവും എം വാല്യൂവും എഴുതാൻ വേണ്ടി എക്സാമിന് ചോദിക്കും. എന്താ ചോദിക്കുക? 3D തന്നിട്ട് അതിന്റെ n വാല്യൂ എഴുതണം, എൽ വാല്യൂ എഴുതണം, എം വാല്യൂ എഴുതണം. മക്കളെ, n എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നമ്പറാണ്. നമ്പർ ഏതാണോ അത്. 2s ആണെങ്കിൽ n 2 ആണ്, 3p ആണെങ്കിൽ n 3 ആണ്, 4s ആണെങ്കിൽ n 4 ആണ്, 5d ആണെങ്കിൽ n 5 ആണ്, 6s ആണെങ്കിൽ n 6 ആണ്. കുറച്ചങ്ങ് പറഞ്ഞാൽ ഏത് നമ്പർ ആണോ, ഏത് സംഖ്യയാണോ കാണുന്നത് ആ സംഖ്യ അങ്ങനെ തന്നെ എടുത്തെഴുതുക. അതാണ് n. എല്ലിന്റെ വാല്യൂ കാണാനുള്ള ഷോർട്ട് കട്ട്, ANJ ഷോർട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് എന്താ? ഇത് ഡി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? ഡി ആണ്. n 3 ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ എല്ല് കണ്ടുപിടിക്കുക? എല്ലിന് എന്തൊക്കെ വാല്യൂസ് പോസിബിൾ ആ? 3നേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ 2. അപ്പൊ 0 മുതൽ 1, 2, 3 വാല്യൂസ് പോസിബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ ഡി സബ്ഷനില് ഡി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എല്ലിന്റെ വാല്യൂ അറിയാൻ പറ്റുക? ഒന്നുമില്ല മക്കള്, 0, 1, 2, 3 എഴുതുക. 0, 1, 2, 3. എന്നിട്ട് SPDF സബ്ഷെൽ ഓർഡറിൽ എഴുതുക. 0, 1, 2, 3 അത് ഓർഡറിൽ എഴുതുക. SPDF അതും ഓർഡറിൽ എഴുതുക. 0 ആണെങ്കിൽ അത് S സബ്ഷെല്ല, 1 ആണെങ്കിൽ P സബ്ഷെല്ല, 2 ആണെങ്കിൽ D സബ്ഷെല്ല, 3 ആണെങ്കിൽ F സബ്ഷെല്ല. അപ്പൊ ഇവിടെ D ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയാ? 2 ആണ്. ഇതൊന്ന് ഈ ടേബിൾ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചേ. 0, 1, 2, 3 എഴുതുക, SPDF എഴുതുക. എവിടെന്നാ കിട്ടിയത്? D എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ S ആണെങ്കിൽ L വാല്യൂ 0, P ആണെങ്കിൽ L വാല്യൂ 1, D ആണെങ്കിൽ L വാല്യൂ 2, F ആണെങ്കിൽ L വാല്യൂ 3. റെഡി? അങ്ങനെയാണ് M വാല്യൂ എങ്ങനെ കിട്ടുക? -2 to +2. Lന്റെ വാല്യൂ 2. അപ്പൊ നമ്മൾ M വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? -2 ഇടുക, +2 ഇടുക. അതിനിടയിൽ -1, 0, 1, 2. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്നും മെല്ലും മെമ്മും ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി, എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കുക. ഏത് ഓർബിറ്റലിനാണ് എനർജി കൂടുതൽ? കൂടുതൽ മാർക്ക് വരുന്ന ഒരു പാർട്ടാണ്. ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചേ. റെഡി അല്ലേ? അപ്പൊ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഏത് ഓർബിറ്റലിലാണ് എനർജി കൂടുതൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാമേ. ഇവിടെ 3p തന്നിട്ടുണ്ട്, 3s തന്നിട്ടുണ്ട്. യെസ്, ആദ്യം ഒരു സാധനം എഴുതി വെക്കണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ സൈഡിൽ നിങ്ങൾ എൽ വാല്യൂ ഒന്ന് എഴുതി വെക്കണം. 0, 3. എന്നിട്ട് SPDF എഴുതുക. അപ്പൊ 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. ഈ ടേബിൾ ഒന്ന് സൈഡിൽ എഴുതി വെക്കുക. n+l പിള്ളേരെ മക്കളെ ട്രിക്ക് ആണ്. നിങ്ങൾ 3 നമ്പർ എന്താണോ കാണുന്നത് ആ നമ്പർ അതുപോലെ താഴോട്ട് എഴുതുക. ഇവിടെ 3D ആണെങ്കിൽ 3, 4s ആണെങ്കിൽ 4, 5p ആണെങ്കിൽ 5. ഏത് നമ്പർ ആണോ കാണുന്നത് ആ നമ്പർ അതുപോലെ എഴുതി വെക്കുക.
എന്നിട്ട് അതിനോട് എന്ത് കൂട്ടണം? ഈ പി എന്ന് പറയുന്നതിന്റെ എൽ വാല്യൂ, പി എന്ന് വെച്ചാൽ എത്രയാണ്? 1. നോക്കിയേ 0 1 2 3 SPDF, പി എന്ന് വെച്ചാൽ 1. അത് രണ്ടും കൂടെ കൂട്ടുക. 3 + 1 മക്കൾക്ക് എത്ര കിട്ടി? 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3s-ന്റെയോ ഇതേ ഈ നമ്പർ, ആദ്യം കാണുന്ന നമ്പർ അങ്ങനെ താഴേക്ക് എഴുതുക. എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആ 0 കൂടെ കൂട്ടുക. 3 + 0 3 കിട്ടും. അപ്പൊ ഇതിൽ 4 ആണോ 3 ആണോ വലുത്? ഏറ്റവും വലുത് 4 ആയതുകൊണ്ട് 4s എനർജി കൂടുതൽ ആരെക്കാളും 3p-നേക്കാളും, സോറി 3p-ക്ക് എനർജി കൂടുതൽ ആരെക്കാളും 3s-നേക്കാളും. അപ്പൊ ഏത് നമ്പർ ആണോ വലുത്? 4 വലുതായതുകൊണ്ട് 3p-ക്ക് ആയിരിക്കും 3s-നേക്കാളും ഗ്രേറ്റർ ദാൻ 3s. ഒന്നുകൂടി ചെയ്തു നോക്കണം. ഒരെണ്ണം കൂടി ചെയ്യാം. 4d-യും 5s-ഉം 4d-യും 5s-ഉം ചെയ്യാമേ. 4d 5s. ഓക്കെ, അടുത്ത് ചെയ്യുന്നോ? ഒന്ന് എൽ വാല്യൂ കൊടുക്കാം. 0 1 2 3 SPDF. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാനറിയില്ല. 4d കാണുമ്പോ മക്കൾ ഈ നമ്പർ ഏതാണോ ആ നമ്പർ അതേപോലെ താഴേക്ക് എടുത്ത് എഴുതുക. പ്ലസ് ഡിയുടെ വാല്യൂ ഇവിടെ നോക്കിയേ, ഡി എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ +2 ഇടുക. 4 2 6 കിട്ടും. ഇനി 5s, ഈ നമ്പർ അതേപോലെ താഴേക്ക് എടുത്ത് എഴുതുക. 5. എസിന്റെ വാല്യൂ എത്രയാ? 0. എസ് എന്ന് പറഞ്ഞാൽ 0. 5 + 0 5. അപ്പൊ 6 ആണോ 5 ആണോ വലുതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കറിയോ? അതുകൊണ്ട് 4d ആണ് 5s-നേക്കാളും എനർജി കൂടുതൽ. N+L റൂൾ എന്നൊക്കെ പറയാം. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. അപ്പൊ എക്സാമിന് എനർജി കൂടുതൽ ഏതിനായിരിക്കും ചോദിക്കുക. അപ്പൊ ഈസി ആയിട്ട് എഴുതാല്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഈ വീഡിയോസ് ഒക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യല്ലേ. ഇത് RK-Next എന്ന് പറയുന്ന SSLC കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയൊരു ചാനലാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ വീഡിയോന് താഴെ കമന്റ് ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. അതെ, അതേപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ഞങ്ങൾ RK-Next എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ കണ്ട് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ഷോർട്ട് കട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഷോർട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? ബൈ.